ഹായ്, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതെ, നമ്മളെല്ലാവരും ബ്രൗസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിളോ ഗൂഗിൾ ക്രോമോ ആയിരിക്കും. ഇത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും. ഇന്ന് ഒരുപാട് ബ്രൗസർ ആപ്ലിക്കേഷനുകളൊക്കെ പ്ലേ സ്റ്റോറിൽ ഉണ്ട് എങ്കിലും ബ്രൗസർ ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ എല്ലാം പലതരം ഫിഷിംഗ് ലിങ്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഫോൺ ട്രാക്കിലകപ്പെടാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചോർത്താനോ ഒക്കെ സാധ്യത കൂടുതലാണ്. എന്നാൽ ഗൂഗിൾ ക്രോമിൽ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട്. ഈ സെറ്റിംഗ്സുകളെ കുറിച്ച് വിശദമായി നാം അറിഞ്ഞിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന് നമ്മുടെ ക്യാമറ ആക്സസ് കിട്ടും, നമ്മുടെ ഫോണിന്റെ ആക്സസ് കിട്ടും, നമ്മുടെ മറ്റുള്ള ജിമെയിൽ കാര്യങ്ങളെല്ലാം കിട്ടും. എന്നാൽ ഈ സെറ്റിംഗ്സുകളെല്ലാം നിങ്ങൾ അറിയേണ്ട സെറ്റിംഗ്സുകളാണ്. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ തട്ടിപ്പിനിരയാവുന്നുണ്ട്. ലോൺ ആപ്പ് മൂലമായിട്ടും അതോടൊപ്പം തന്നെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളിൽ അകപ്പെടുന്ന ഒരു കാലമാണ്. എല്ലാം അറിയാം എന്ന് മേനി നടിക്കുന്ന മലയാളികൾ വരെ, വലിയ വലിയ ഉദ്യോഗസ്ഥർ വരെ ഇന്ന് ലോൺ ആപ്പിൽ അകപ്പെട്ട ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചു കേട്ടതും വാർത്തയിലൂടെ കണ്ടതുമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഇത്തരത്തിൽ ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫർമേഷനൊക്കെ കൊടുത്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ നമുക്കിവിടെ അപ്ഡേറ്റ് ഉണ്ടോ എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമും നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ ക്രോമും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഗൂഗിൾ ക്രോമും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വന്ന് അതിൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവർ അപ്ഡേറ്റ് നിർബന്ധമായിട്ടും ചെയ്യാൻ പറയും. കാരണം എന്തെങ്കിലും ബഗ്ഗുകളോ എന്തെങ്കിലും ട്രാക്കിംഗ് മെത്തേഡുകളൊക്കെ മറ്റുള്ളവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്സുകൾ, ബഗ്ഗുകൾ ഇതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴായാലും അപ്ഡേറ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ ക്രോം ഇതെല്ലാം പ്രത്യേകിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം വലതുവശത്ത് കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ക്യാമറ എന്ന് കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൺ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഓഫ് ചെയ്യുക. കാരണം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ വെബ്സൈറ്റുകൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റുകൾക്കും നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സമയത്തും നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും എല്ലാം അവർക്ക് പ്രവർത്തിപ്പിക്കാനും അവർക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അപ്പം ഇത് ഓഫ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൈക്രോഫോണും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പോപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ ഒരുപാട് പരസ്യങ്ങൾ വരും. നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചുമ്മാ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇങ്ങനെ പരസ്യങ്ങൾ കയറി വരും. ഈ ഡീറയറക്റ്റ് പോപ്പ് പരസ്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് ഇത് ഓഫ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള തട്ടിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറി തന്നെ ചിലപ്പോൾ റീഡയറക്റ്റ് ആയിട്ടൊക്കെ പോകും. അത് ഒഴിവാക്കാനും പരസ്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യാനൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അടുത്ത സെറ്റിംഗ്സ് ഉള്ളത് ഗൂഗിളിലാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓട്ടോഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നടുവിലായിട്ട് ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഓണിലാണ് എങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം നമുക്ക് പല നമ്പറിൽ നിന്നും കോള് വരാറുണ്ട്. തട്ടിപ്പുകാർ, വല്ല റോങ് നമ്പർ, ഹിന്ദിക്കാർ, പല തട്ടിപ്പുകൾക്കും ലോൺ ആപ്പ് പോലെയുള്ളതിനും അതിനൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കോള് വരാറുണ്ട്. ഈ കോള് വരുന്നതിൻ്റെ പ്രധാന കാരണം ഇത് ഓണായിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇവിടെ ഒന്ന് എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും. നമ്മുടെ ഫോൺ നമ്പർ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷനാണ്. നമ്മുടെ ഫോൺ നമ്പർ അവർക്ക് കാണാം.
ആ നമ്പർ അവർ മറ്റുള്ളവർക്ക് വിളിക്കും. പിന്നെ അവർ നമുക്ക് പ്രൊമോഷനായിട്ട് ചെയ്യും, നമുക്ക് തട്ടിപ്പിനായിട്ട് കോൾ വിളിക്കും. അപ്പോൾ ഇത് ഓഫ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.